ഞാനിനി വരില്ല. ഇന്നെന്നല്ല, ഇനി ഒരിക്കലും വരില്ല. സച്ചി തീർന്നു. ഹലോ സച്ചി. മരിക്കേണ്ട നീയല്ല, ഞാനാ. നിന്നെ നഷ്ടപ്പെടുന്ന ആ നിമിഷം എന്റെ മരണമാണെന്ന് ഞാൻ സ്വയം തീരുമാനിച്ചതാ. സച്ചേട്ടാ, അയാൾ ഇതൊരു വന്നില്ലല്ലോ. ഒരു മിനിറ്റ്, ഞാൻ പോയി നോക്കിട്ട് വരാം. അല്ല, മക്കള് കഴിക്കേ. സച്ചേട്ടാ, സമൃദ്ധ. എന്താ എന്തു പറ്റി? നീ എന്താ ഇവിടെ നിൽക്കുന്നേ? എന്താ സമൃദ്ധ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒന്നുമില്ല. പിന്നെന്താ നീ ഇങ്ങോട്ട് വന്നേ? നീ ആരെ നോക്കിയത്? അതോ, അത് പരിചയമുള്ള ഒരാളെ കണ്ടതുപോലെ തോന്നി, അത് നോക്കിയതാ. വാ. നിങ്ങൾ എന്ത് ഭ്രാന്തായി കാണിക്കുന്നേ? ആരെ നഷ്ടപ്പെട്ടതിന്റെ സങ്കടമൊക്കെ എനിക്ക് മനസ്സിലാവും. അതിന് ബാക്കിയുള്ളവരുടെ പിന്നാലെ നടന്ന് ശല്യം ചെയ്യാണോ വേണ്ടത്? ഇനി ഒരു പ്രാവശ്യം കൂടി നിങ്ങൾ എന്റെ മുന്നിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കിയ പിന്നെ സംഭവിക്കുന്നത് എന്റെ മരണമായിരിക്കും. ഇത്രയും നാള് എന്റെ അർച്ചനെ എങ്ങനെയും കണ്ടുപിടിക്കാന്ന പ്രതീക്ഷയില ജീവിച്ചത്. പക്ഷെ കണ്ടുകിട്ടിയപ്പോ അവൾക്ക് എന്നെ ഓർമ്മയില്ല. പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം? എന്റെ കൺമുമ്പിൽ അവള് മറ്റൊരാളുടെ ഭാര്യയായി ജീവിക്കുന്നത് കാണാൻ എനിക്ക് വയ്യ. എന്റെ കുഞ്ഞിന് പോലും അറിയില്ല ഞാൻ അവളുടെ അച്ഛനെന്ന്. എന്റെ മോളെ ഒന്ന് ചേർത്ത് പിടിക്കാൻ, വാത്സല്യത്തോടൊന്ന് കൊഞ്ചിക്കാൻ പോലും കഴിയാത്ത ഹതഭാഗ്യനായ അച്ഛനായി പോയല്ലോ ഞാൻ. ഇങ്ങനൊരു ജീവിതത്തേക്കാൾ ഭേദം മരണമാണ്. അവസാനിപ്പിക്കാം, ഇന്നത്തോടെ എല്ലാം തീർത്തേക്കാം.
സച്ചി ഇത് എവിടെ പോയി കിടക്കുന്നു? ഈക്കൊന്ന് ഫോൺ എടുത്തൂടെ? വാശിയാണെങ്കിൽ എനിക്കും വാശി തന്നെ. എടുക്കുന്നത് വരെ ഞാൻ വിളിക്കും. ആഹാ, എന്റെ ഫോൺ കട്ടിയാറായോ? എന്നപ്പത് ഞാൻ കാണിച്ചു തരാം. ഹലോ. ഹലോ, എന്തിനാ എന്റെ ഫോൺ കട്ടിയത്? സച്ചി ഇപ്പൊ എവിടെയാ? ചോദിച്ചത് കേട്ടില്ലേ സച്ചി? സച്ചി എവിടെയാണെന്ന്? ദേ സച്ചി, ഞാൻ ഇറങ്ങാൻ പോവാം. നേരത്തെ എത്തുമോ അതോ? ഇല്ല, എനിക്ക് എത്താൻ പറ്റില്ല. അതെന്താ? ഇവിടെ അടുത്തെങ്ങും ഇല്ലേ? ഇല്ല, ഞാൻ കുറച്ച് ദൂരെയാ. എപ്പോ വരും? ഒരു കാര്യം ചെയ്യാം, സച്ചി വരുന്നതുവരെ ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാം. വേണ്ട, ആരും എന്നെ കാത്തിരിക്കണ്ട. ഞാനിനി വരില്ല. ഇന്നെന്നല്ല, ഇനി ഒരിക്കലും വരില്ല. സച്ചി തീർന്നു. ഹലോ സച്ചി, എല്ലാ പ്രതീക്ഷയും കൈവിട്ടു പോലാണല്ലോ സച്ചി സംസാരിച്ച. എന്റെ ദൈവമേ, ഇവിടെ നിന്ന് ഇറങ്ങിയാൽ നമുക്ക് ബീച്ചിൽ ഒരു നൈറ്റ് ഡ്രൈവിന് പോണം. അത് കൊള്ളാം. ബീച്ചിൽ നൈറ്റ് ഡ്രൈവ് നല്ല രസമായിരിക്കും. അച്ഛൻ ഞങ്ങളെ കൊണ്ടുപോവില്ലേ? അച്ഛൻ എന്താ ഒന്നും പറയാത്തെ? കുട്ടികളുടെ ആഗ്രഹമല്ലേ. ഗൂഗിൾ എന്തു പറയുന്നു? നമുക്ക് പോയേക്കാം. പോവാം മകളെ. എന്താടോ, എന്തു പറ്റി? ഫുഡിന് ടേസ്റ്റ് ഇല്ലേ? എന്തോ എനിക്കിത് കഴിക്കാൻ തോന്നുന്നില്ല. ഇത് ഏറ്റവും നല്ല ഫുഡ് കിട്ടുന്ന സ്ഥലവാ. എനിക്ക് ഈ ഫുഡൊക്കെ നല്ല ടേസ്റ്റ് ആയിട്ടാ തോന്നിയേ. ഇവിടുത്തെ ഫുഡിനെല്ലാം 5 സ്റ്റാർ റേറ്റിംഗ് ഉണ്ട്. ഹൈ ക്ലാസ് ഫാമിലിയൊക്കെ ഫുഡ് കഴിക്കാൻ വരുന്ന സ്ഥലമാ ഇത്. എന്റെ ജീവിതം തകർത്തിട്ട് എന്റെ പിന്നാലെ നീ വീണ്ടും വന്നിരിക്കുന്നത് എന്തിനാന്ന് എനിക്കറിയാം. നെല്ലിശ്ശേരി കുടുംബത്തിനെ തകർത്ത് എന്നെയും എന്റെ സച്ചിയെണ്ണയും തമ്മിൽ വേർപിരിച്ച നീ ഇനിയും എന്റെ ജീവിതത്തെ ഇല്ലാതാക്കാൻ നോക്കിയാ നിന്നെ ഞാൻ വെച്ചേക്കില്ല.